നമസ്കാരം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചു നിന്നുപോയിട്ടുണ്ടോ? ശരിയായ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ വിഷമിച്ചിട്ടുണ്ടോ? എങ്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അത്തരം വെല്ലുവിളികളെയൊക്കെ നേരിടാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രത്യേക ജ്ഞാനത്തെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതം പലപ്പോഴും അങ്ങനെയാണ്, അല്ലേ? ചിലപ്പോൾ നമ്മളൊരു വഴിത്തിരിവിലെത്തും. ഏത് വഴി തിരഞ്ഞെടുക്കണം, ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്നൊന്നും മനസ്സിലാവാതെ നമ്മൾ ആകെ ആശയക്കുഴപ്പത്തിലാകും. ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും ഈയൊരവസ്ഥ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ നോക്കൂ, ഈയൊരവസ്ഥയ്ക്ക് കൃത്യമായ ഒരു പരിഹാരം ഈ വാക്യത്തിലുണ്ട്. ദൈവം നമുക്കൊരു ഉറപ്പ് തരികയാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ജ്ഞാനം കുറവാണെന്ന് തോന്നിയാൽ ഒരു മടിയും കൂടാതെ എന്നോട് ചോദിച്ചോളൂ, ഞാൻ യാതൊരു കുറ്റപ്പെടുത്തലും കൂടാതെ അത് സന്തോഷത്തോടെ നൽകാം എന്ന്. അപ്പോൾ ഈ പറയുന്ന അത്രയും സവിശേഷവും ശക്തവുമായ ജ്ഞാനം അത് ശരിക്കും എവിടെ നിന്നാണ് വരുന്നത്? നമുക്കതിൻ്റെ ഉറവിടം എവിടെയാണെന്ന് കുറച്ചുകൂടി ആഴത്തിലൊന്ന് നോക്കാം. ഇവിടെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട സത്യം തിരിച്ചറിയുന്നത്. ശരിക്കുമുള്ള ജ്ഞാനമെന്ന് പറയുന്നത് നമ്മൾ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചെടുക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് നേടിയെടുക്കുന്നതോ മാത്രമല്ല. അതിൻ്റെ യഥാർത്ഥ ഉറവിടം ദൈവമാണ്. അത് നേരിട്ട് ദൈവത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. തീർച്ചയായും പഠിക്കുന്നതും അറിവ് നേടുന്നതുമൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഈ ദൈവീക ജ്ഞാനമെന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധിക്കും അപ്പുറത്തുള്ള ഒന്നാണ്. അത് വെറുമൊരു ഇൻഫർമേഷനല്ല, മറിച്ച് ഏത് സാഹചര്യത്തിലും ശരിയായ വഴി കാണിച്ചു തരുന്ന ഒരു വഴികാട്ടിയാണ്. എന്നാൽ എല്ലാ ജ്ഞാനവും ഒരുപോലെയാണോ? അല്ല. ഈ ലോകം നമുക്ക് തരുന്ന ജ്ഞാനവും ദൈവം നമുക്ക് തരുന്ന ജ്ഞാനവും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ദൈവം തരുന്ന ജ്ഞാനത്തിന് ചില പ്രത്യേക അടയാളങ്ങളുണ്ട്. അത് വെറുതെ എന്താണ് ശരി, എന്താണ് തെറ്റെന്ന് പറയുക മാത്രമല്ല ചെയ്യുന്നത്. അത് നമ്മുടെ ഉള്ളിൽ സമാധാനം കൊണ്ടുവരുന്നു. അതെപ്പോഴും സൗമ്യതയും കരുണയും നിറഞ്ഞതായിരിക്കും. ഈ ഗുണങ്ങളാണ് അതിനെ ലോകത്തിന്റെ ജ്ഞാനത്തിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. ഈയൊരു താരതമ്യം നോക്കുമ്പോൾ ആ വ്യത്യാസം വളരെ വ്യക്തമാണ്. ഒരു വശത്ത് ഈ ലോകം തരുന്ന ജ്ഞാനം പലപ്പോഴും നമ്മളെ സ്വാർത്ഥതയിലേക്കും മത്സരങ്ങളിലേക്കും ചിലപ്പോൾ കലഹങ്ങളിലേക്കും വരെ നയിച്ചേക്കാം. പക്ഷെ മറുവശത്ത് ദൈവം തരുന്ന ജ്ഞാനം എപ്പോഴും സമാധാനവും സ്നേഹവും കരുണയും പോലുള്ള നല്ല ഫലങ്ങളാണ് നമുക്ക് തരുന്നത്. ശരി, ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യത്തിലേക്ക് വരാം. ഈ ജ്ഞാനം എങ്ങനെയാണ് നമുക്ക് ജീവിതത്തിൽ ലഭിക്കുക? അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് വെറുമൊരു വാക്കല്ല, മറിച്ച് വളരെ ശക്തമായൊരു വാഗ്ദാനമാണ്. നമ്മൾ വെറുതെ കാത്തിരുന്നാൽ മാത്രം പോരാ. നമ്മൾ ചോദിക്കണം, നമ്മൾ അന്വേഷിക്കണം. അങ്ങനെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായും ഉത്തരം ലഭിക്കുമെന്ന് ദൈവം വാക്ക് തരുന്നു. നേരത്തെ പറഞ്ഞ ഭർത്സിക്കാതെ എന്ന വാക്കിന് അതിന് വളരെ ആഴത്തിലുള്ളൊരർത്ഥമുണ്ട് കേട്ടോ. അതിനർത്ഥം നമ്മൾ ചോദിക്കുമ്പോൾ ദൈവം നമ്മളെ കുറ്റപ്പെടുത്തുകയോ ഇത്രനാളും എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയോ ഒന്നും ചെയ്യില്ല. പകരം നമ്മൾ ചോദിക്കുന്നത് കേട്ട് ഒരുപാട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും അത് തരുന്നൊരാളാണവൻ. ദൈവത്തോട് എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്നതിന് ഏറ്റവും നല്ലൊരു മാതൃകയാണ് ശലോമോൻ രാജാവിന്റെ കഥ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആ ഒരു തെരഞ്ഞെടുപ്പ് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ശലോമോൻ ദൈവത്തോട് സമ്പത്തോ വലിയ അധികാരമോ അല്ലെങ്കിൽ ശത്രുക്കളുടെ നാശമോ ഒന്നുമല്ല ചോദിച്ചത്. പകരം തനിക്ക് ഏൽപ്പിച്ചുകൊടുത്ത ജനത്തെ ശരിയായ രീതിയിൽ ഭരിക്കാൻ ആവശ്യമായ വിവേകമുള്ള ഒരു ഹൃദയമാണ് അദ്ദേഹം ചോദിച്ചത്. എത്രമാത്രം വിനയമുള്ള നിസ്വാർത്ഥമായ ഒരു അപേക്ഷയാണത്! ആ അപേക്ഷ ദൈവത്തെ എത്രത്തോളം സന്തോഷിപ്പിച്ചു എന്ന് നോക്കൂ. ദൈവം അത് കൊടുക്കുക മാത്രമല്ല ചെയ്തത്, ശലോമോൻ ചോദിക്കാത്ത സമ്പത്തും ബഹുമാനവും കൂടി അതിൻ്റെ കൂടെ നൽകി. ഇതൊരു കാര്യം നമുക്ക് വളരെ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്, ദൈവം ജ്ഞാനത്തെ എത്രമാത്രം വിലമതിക്കുന്നു എന്ന്. അപ്പോൾ ശലോമോന്റെ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠമിതാണ്: നമ്മൾ ഈ ലോകത്തിലെ കാര്യങ്ങൾക്കപ്പുറം ദൈവിക ജ്ഞാനത്തിന് പ്രാധാന്യം നൽകുമ്പോൾ ദൈവം നമ്മളെ തീർച്ചയായും അനുഗ്രഹിക്കും. ഇതുവരെ നമ്മൾ ജ്ഞാനത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി ഈ ജ്ഞാനം നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതത്തിൽ എങ്ങനെ ഒരു വഴികാട്ടിയായി മാറുമെന്ന് നോക്കാം. എത്ര മനോഹരമായൊരു ഉപമയാണിതല്ലേ! ദൈവത്തിന്റെ വചനത്തിലുള്ള ജ്ഞാനം കൂരിരുട്ടിൽ നമ്മുടെ കാലിന് തൊട്ടുമുന്നിൽ വെച്ചിരിക്കുന്ന ഒരു വിളക്ക് പോലെയാണ്. അത് ഓരോ ചുവടും നമ്മൾ എവിടെയാണ് വെക്കുന്നത് എന്ന് കാണിച്ചു തരുന്നു, നമ്മുടെ വഴി മുഴുവൻ പ്രകാശമാനമാക്കുന്നു. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, ദൈവം ജ്ഞാനം നൽകാൻ തയ്യാറാണ്. പക്ഷേ അത് ചോദിക്കുന്നവർക്കാണ് ലഭിക്കുന്നത്. പൂർണ്ണ വിശ്വാസത്തോടെ ചോദിക്കുക. അപ്പോൾ ഉറപ്പാണ്, നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ തീരുമാനവും നിങ്ങൾ വയ്ക്കുന്ന ഓരോ ചുവടും ആ ദൈവജ്ഞാനത്തിന്റെ തെളിഞ്ഞ വെളിച്ചത്താൽ നിറയും.